നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കെ സുധാകരൻ കലാപക്കൊടി ഉയർത്തി കട്ടായം കളിച്ചു നിൽക്കുന്ന ആ ഒരു ഘട്ടത്തിൽ, അതായത് സീറ്റില്ലെങ്കിൽ താൻ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക്, കണ്ണൂരിൽ എൻ്റെ ഒറ്റ അനുയായികൾ വോട്ട് ചെയ്യില്ല എന്നുള്ള വലിയ വെല്ലുവിളി ഉയർത്തിയ ആ ഒരു ഘട്ടത്തിൽ അങ്ങ് കേന്ദ്രത്തിൽ സീറ്റിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ രാഹുൽ ഗാന്ധിയുമായി നടന്നുകൊണ്ടിരിക്കെ ഇങ്ങ് കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചു. ആ പോസ്റ്റ് ഇപ്പോൾ ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടാകും. നമുക്ക് ആ പോസ്റ്റിനെ കുറിച്ചല്ല പറയാനുള്ളത്, പക്ഷേ ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് അതിലെ വരികളെക്കുറിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ച ആ പോസ്റ്റിലെ ശൈലിയെക്കുറിച്ചുമാണ് നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. രാഹുലിൻ്റെ ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് അത് കൃത്യമായി സതീശൻ ഇട്ട് കൊള്ളുന്ന തരത്തിൽ കൂടിയാണ്. സുധാകരനെ പൊക്കിയടിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ചത്. അതായത് ഈ പാർട്ടിക്ക് കെ സുധാകരനെ വേണം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ പോസ്റ്റിലെ ഓരോ വരിയും കുറിച്ചിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട ചില വരികൾ നമുക്ക് നോക്കാം. അതിൽ നിന്ന് തന്നെ വ്യക്തമാകും ഈ പാർട്ടിക്ക് സുധാകരൻ ഒരു വലിയ നേതാവ് തന്നെയാണ് എന്നുള്ളത് പറഞ്ഞു വെക്കുന്ന, അത് സുധാകരൻ 100% ഈ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവൻ എന്ന് തന്നെ പറഞ്ഞു വെക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റ്. മറ്റൊരു വഴിക്കൂടെ ഈ സുധാകരനെ വിമർശിച്ചുകൊണ്ട് പലരും പല രീതിയിൽ പ്രതികരിച്ചിരുന്നു. ഫേസ്ബുക്കിലും അതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിലുമൊക്കെ പല നേതാക്കളും ഈ സുധാകരൻ ഇങ്ങനെ ഒരു കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നത് ഒട്ടും ഭൂഷണമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള തരത്തിലൊക്കെ പലരും പല പോസ്റ്റുകളാണ് പങ്കുവച്ചത്. പക്ഷേ അവിടെ വ്യത്യസ്തമാകുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ച ആ ഒരു പോസ്റ്റ്. മുൻപ് നമുക്കറിയാം ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ഒക്കെ സതീശൻ്റെ പിള്ളേർ എന്നുള്ള ഒരു ലേബലായിരുന്നു. ആ ഒരു ഗ്യാങ് അത് വലിയ പ്രതീക്ഷയായിരുന്നു കോൺഗ്രസിനും UDF-നും ഒക്കെ. അതായത് ഇനി നമ്മൾ ഒന്നിച്ച് മുൻപോട്ട് എന്നുള്ളൊരു പ്രതീതി ജനിപ്പിച്ചു. പിന്നെ നമ്മൾ കണ്ടതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ രാഹുലിനെ പച്ചയ്ക്ക് തള്ളിപ്പറയുന്ന സതീശനെ. അതിനുശേഷം നമ്മൾ കേട്ട വലിയ വിമർശനങ്ങൾ, അതായത് VD സതീശന് നേരെ വലിയ ആരോപണങ്ങളും വിവാദങ്ങളും സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും രാഹുൽ ആർമിയും ഒക്കെ കയറി ഇറങ്ങി VD സതീശനെ തെറിവിളിക്കുന്നത്. ഇപ്പോൾ ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം, ഏകദേശം ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകും എന്നുള്ളത് കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. കെ സുധാകരന് സീറ്റ് കൊടുക്കേണ്ടി വരും എന്നുള്ളതും അറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ കെ സുധാകരനെ പൊക്കിയടിച്ച് എന്നാൽ കുറിക്കൊള്ളുന്ന ചില മറുപടികൾ ചിലർക്കൊക്കെ കൊടുത്തുകൊണ്ടാണ് രാഹുൽ ഈ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ഒക്കെ കെ സുധാകരൻ്റെ പിള്ളേർ എന്ന് കേൾക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അതും ഞങ്ങൾക്ക് സന്തോഷം എന്നാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്നവരും കെ സുധാകരനെ പിന്തുണയ്ക്കുന്നവരും ഉൾപ്പെടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അടികിട്ടിയിരിക്കുന്നത്, പുറം പൊളിയുന്ന അടികിട്ടിയിരിക്കുന്നത് VD സതീശനാണ്. VD സതീശൻ്റെ പക്ഷത്ത് ആരുമില്ലാത്ത ഒരവസ്ഥ. മുൻപ് വരെ VD സതീശൻ യുവനിരയെ മുഴുവൻ തൻ്റെ പിന്നിൽ അണിനിരത്തിയിരിക്കുകയായിരുന്നു. തനിക്ക് വേണ്ടി ജയ് വിളിക്കുന്നതിനും VD സതീശന് മുഖ്യമന്ത്രി കസേര കിട്ടുന്നതിന് വേണ്ടിയും ശബ്ദമുയർത്തുന്നതിന് വേണ്ടി വലിയൊരു പടയെ തന്നെ ഒരുക്കി നിർത്തിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നതോടെ ആ പടയങ്ങ് പൊളിഞ്ഞു. ഒടുക്കം VD സതീശൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ് പാർട്ടിയിൽ. ഇപ്പോൾ കെ സുധാകരൻ്റെ വിഷയവും കൂടി വന്നതോടെ പാർട്ടിയിൽ തനിക്ക് 8ൻ്റെ പണികൾ കിട്ടാൻ പോകുന്നു എന്നുള്ളത് ഏകദേശം ഈ പറയുന്ന VD സതീശന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് രാഹുലിൻ്റെ ആ പോസ്റ്റിലെ ചില കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് നോക്കാം. ഷുഹൈബും സജിത് ലാലും ലോനാപ്പിയും ബെന്നിയും ദാസനും വസന്തനും തൊട്ട് കണ്ണൂരിൽ മാത്രം എത്രയോ മനുഷ്യർ കോൺഗ്രസിന്റെ മൂവർണ്ണ കൊടി പിടിച്ചതിന്റെ പേരിൽ രക്തം തേവി ജീവൻ വെടിഞ്ഞതാണ് ഈ പ്രസ്ഥാനത്തിന് ജീവൻ നൽകിയത്. കണ്ണൂരിലെ ആ രക്തസാക്ഷികളുടെ നേതാവാണ് പ്രിയപ്പെട്ട സുധാകരേട്ടൻ. ആ രക്തസാക്ഷികളുടെ മാത്രമല്ല, കേരളത്തിലെ ഉശിരുള്ള പ്രവർത്തകരുടെ ഊർജമാണ് നിങ്ങൾ. കണ്ണൂർ MLA എന്നല്ല, കേരള മുഖ്യമന്ത്രി എന്നതുപോലും കേവലം പദവികൾ മാത്രമാണ്. അതിലൊക്കെ എത്രയോ വലിപ്പമുള്ള സ്ഥാനത്താണ് പ്രിയ KS നിങ്ങൾ ഇന്നിരിക്കുന്നത്. പേരിന് പിന്നിലുള്ള അക്ഷരങ്ങളല്ലല്ലോ ഒരു രാഷ്ട്രീയക്കാരൻ്റെ പദവി. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ടല്ലോ KS നിങ്ങൾക്കറിയാൻ. ജീവൻ വേണേൽ തന്നേക്കാം എന്ന് പ്രവർത്തകർ താങ്കൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചത് ആലങ്കാരികമല്ലല്ലോ, അത് അർത്ഥവത്തായത് അല്ലേ? ഒരു പദവിയും ഇല്ലാതെ ഒരു മൂവർണ്ണ കൊടിയും പിടിച്ച് KS നിങ്ങൾ കാസർഗോഡ് നിന്ന് ഒറ്റയ്ക്ക് യാത്ര തിരിച്ചാൽ ആ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഒരു ജനസാഗരമാകും.
നിങ്ങൾക്ക് പ്രാണൻ പകുത്തു നൽകിയ പ്രവർത്തകരെ നിങ്ങൾക്കറിയില്ലേ KS? അതൊക്കെയും പക്ഷേ കോൺഗ്രസ്സുകാരനായ ഞങ്ങളുടെ സുധാകരേട്ടനോടുള്ള സ്നേഹമാണ്. അങ്ങനെ ജീവന് തുല്യം അങ്ങയെ സ്നേഹിക്കുന്ന ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരെ അങ്ങ് സങ്കടപ്പെടുത്തരുത്. അങ്ങേക്കെതിരെ പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചാൽ തന്നെ ഈ വാർത്തകളിൽ കേൾക്കുന്നതൊക്കെ കള്ളമാണ് എന്ന് അങ്ങേക്ക് പറയേണ്ടി വരും. കണ്ണൂരിൽ അങ്ങാണ് സ്ഥാനാർത്ഥി എന്ന് നേതൃത്വം പ്രഖ്യാപിച്ചാൽ ആഹ്ലാദത്തോടെ ഞങ്ങൾ അത് ഏറ്റെടുക്കും. അതല്ലെങ്കിൽ അങ്ങ് നയിക്കണം കണ്ണൂരിനെ മാത്രമല്ല കേരളത്തിലെ പ്രവർത്തകരെ. അങ്ങ് കേരളം മുഴുവൻ നടന്ന് പ്രസംഗിച്ച് പ്രവർത്തകരെ ആവേശപ്പെടുത്തണം. ഈ ദുർഭരണം നമുക്ക് വലിച്ചെറിയണം. ബ്രണ്ണൻ കോളേജിൽ വെച്ച് ചവിട്ടി താഴെയിട്ടതുപോലെ താഴെയിടണം. പദവികളല്ല, പ്രവർത്തകരുടെ മനസ്സിലെ സ്ഥാനമാണ് വലുത്. രക്തസാക്ഷികളുടെ നേതാവിന് രക്തസാക്ഷികളെ വേദനിപ്പിക്കാനാകില്ല, തീർച്ച. ഈ ഒരു കുറിപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന സുധാകരനെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ എത്രത്തോളം വലിപ്പത്തിൽ നിൽക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു പോസ്റ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. അതിന് ചില കാര്യങ്ങളുണ്ട്. അതായത് സുധാകരനെ മാറ്റി നിർത്തിക്കൊണ്ട് കണ്ണൂരിൽ മറ്റൊരു നേതാവിനെ ഉയർത്തി കാണിക്കാൻ കോൺഗ്രസിനില്ല എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ ഏകദേശം എല്ലാ കോൺഗ്രസും UDF നേതാക്കൾക്കും പ്രവർത്തകർക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. അത്രത്തോളം ശക്തമായ ഒരു നേതാവാണ് സുധാകരൻ. പിണറായിക്ക് നേർക്ക് നിൽക്കാൻ കെൽപ്പുള്ള നേതാവ്. ബ്രണ്ണൻ കോളേജിലെ കാര്യം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തു പറഞ്ഞത് അതുകൊണ്ടാണ്. അതായത് നിങ്ങൾ തലപ്പൊക്കത്തിൽ നിൽക്കുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സുധാകരനെ ഓർമ്മപ്പെടുത്തുകയാണ്. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയത്തില്ല എന്ന് പറയില്ലേ, അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വലിപ്പം അറിയില്ല. ഒരു പദവിയല്ല, ഒരു MP-യോ അല്ലെങ്കിൽ MLA-യോ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആ പദവിയല്ല, അതിനുമൊക്കെ മുകളിലാണ് സുധാകരൻ എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. അതായത് സുധാകരൻ ഈ കലാപക്കൊടി ഉയർത്തരുത്, പാർട്ടിയെ പ്രതിസന്ധിയിലാക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയായിരുന്നു രാഹുൽ ഈ കുറിപ്പ് പങ്കുവച്ചത്. അതിനോടിടയ്ക്ക് തന്നെ ഡൽഹിയിൽ ചില നീക്കങ്ങൾ നടന്നു, അദ്ദേഹത്തിന് സീറ്റ് കിട്ടും എന്നുള്ള ചില സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും രാഹുൽ സതീശനെ ചവിട്ടിയിട്ടിട്ടാണ് സുധാകരനെ പൊക്കി അടിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് ചില സംഭവങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് സുധാകരൻ KPCC പ്രസിഡന്റ് കസേരയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല ആ പദവിയിൽ നിന്ന് മാറാൻ. എന്നാൽ കുതികാൽ വെട്ടി VD സതീശൻ ചവിട്ടി പുറത്താക്കിയതാണ് സുധാകരനെ. അന്ന് സതീശന്റെ പക്ഷത്തായിരുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ഒക്കെ. അതുകൊണ്ട് അവരാരും സുധാകരനെ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന് സംസാരിച്ചില്ല. എന്നാൽ അദ്ദേഹത്തെ തള്ളിപ്പറയുകയും ചെയ്തില്ല. മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഈ പറയുന്ന VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലെ ചവിട്ടി പുറത്താക്കിയ സമയം, തള്ളിപ്പറഞ്ഞ സമയത്ത് സുധാകരൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരണം എന്ന്. അവൻ നല്ല ചെറുപ്പക്കാരനാണ്, ഈ പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് എന്ന് വിവാദങ്ങൾ കത്തിപ്പുകയുന്ന സമയത്ത് സുധാകരൻ പറഞ്ഞിരുന്നു. അങ്ങനെ കൂടെയുള്ളവരെ ചേർത്ത് നിർത്താൻ സുധാകരൻ അറിയാം. ഞാനും വളരണം, പാർട്ടിയും വളരണം, ആ ഒരു ലൈനാണ് സുധാകരനുള്ളത്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഒക്കെ ചേർത്ത് നിർത്തി സംസാരിച്ചിട്ടുള്ള ആളാണ് സുധാകരൻ. അതുകൊണ്ട് തന്നെ സുധാകരനെതിരെ ഒരു നിലപാട് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നല്ല 1000 തവണ ചിന്തിക്കും. 1000 തവണ ചിന്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നതാണ് രാഹുൽ പങ്കുവെച്ച ഈ ഒരു കുറിപ്പ്. അല്ലെങ്കിലും രാഹുലിന് നല്ല ബിരുദാണല്ലോ, ആൾക്കാരെ എങ്ങനെ ഡീല് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാം. ഇവിടെ രാഹുൽ കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങൾ ഒരു പദവിയിലും ഇരിക്കുകയല്ലെങ്കിലും നിങ്ങളാണ് നേതാവ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. പക്ഷേ സുധാകരൻ്റെ ഒരു നിലപാട് എനിക്ക് സീറ്റ് വേണം എന്നുള്ളതാണ്. പാർട്ടിയിൽ നിന്ന് താൻ പാടെ തള്ളപ്പെടുന്നു എന്നുള്ളൊരു ഭയം, അങ്ങനെ ഒരു ആശങ്ക സുധാകരന് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് സീറ്റ് വേണമെന്ന് കൃത്യമായി സുധാകരൻ ആവശ്യപ്പെട്ടത്. അതുമാത്രമല്ല VD സതീശൻ്റെ നേതൃത്വത്തിൽ ഈ പാർട്ടിയിൽ പിടിമുറുക്കുന്ന ഒരു കൂട്ടം, അവരുടെ ശിങ്കിടികളെ മുഴുവൻ ഈ പാർട്ടിയിലേക്ക് ആക്കുന്നു എന്നൊക്കെയുള്ള ചില തോന്നലുകൾ, തന്നെ പിന്നിൽ നിന്ന് ചതിച്ചത് VD സതീശനാണ് എന്നുള്ള ഒരു തോന്നലൊക്കെ സുധാകരൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് സുധാകരൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായി തനിക്ക് സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടത്. അതുമാത്രമല്ല സ്ഥാനാർത്ഥി പട്ടികയിൽ സുധാകരൻ്റെ ശിങ്കിടികളെ ഉൾപ്പെടെ തള്ളി മാറ്റിക്കൊണ്ടാണ് ലിസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായും തൻ്റെ ഒരു പ്രഭ മങ്ങുന്നു എന്നുള്ള ഒരു വേവലാതി സുധാകരനെ വേട്ടയാടിയതുകൊണ്ടാണ് ഇത്രയും വലിയൊരു കലാപം ഇപ്പോൾ സുധാകരൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും അതിനെ നല്ല രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്.
കാരണം അത്ര നിസ്സാരക്കാരനല്ല കെ സുധാകരൻ എന്ന് രാഹുലിന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് രാഹുൽ പങ്കുവച്ചിരിക്കുന്നത്. ഇതോടുകൂടിയാണ് രാഹുലിൻ്റെ ആ പോസ്റ്റിന് താഴെ തന്നെയുണ്ട് കെ സുധാകരൻ്റെ പിള്ളേർ എന്ന് ഇനി കേൾക്കാം എന്നൊക്കെയുള്ള തരത്തിൽ പല കമൻറ്റുകളും വരുന്നത്. എന്തായാലും ഈ പറയുന്ന കെ സുധാകരൻ്റെ കാര്യത്തിൽ ഒരു സ്ഥിരീകരണമായിട്ട് വന്നിട്ടില്ല. സീറ്റ് കിട്ടും എന്നുള്ള ചില അഭ്യൂഹങ്ങളാണ്. എന്നാൽ മുതിർന്ന നേതാക്കൾ ആരും അത് സ്ഥിരീകരിച്ച് പറയാൻ തയ്യാറായിട്ടില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.